Good to be with you all. നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയായതിൽ വളരെ സന്തോഷം. Well, let's open to Acts chapter 20. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. While you're opening in your Bibles, let me just say a few opening remarks. നിങ്ങൾ നിങ്ങളുടെ ബൈബിളിലെ ആ വേദഭാഗത്തേക്ക് തിരിയുമ്പോൾ മുഖവരിയായി ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ചില വാക്കുകൾ പറയട്ടെ. This is an amazing passage. വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. It's the only place in the New Testament that Paul speaks directly to the elders. പുതിയ നിയമത്തിലെ പൗലോസ് അപ്പോസ്തലൻ മൂപ്പന്മാരോട് നേരെ വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരേ ഒരു സന്ദർഭമാണിത്. Although this was said 2,000 years ago, it's as relevant today as when Paul gave this message. പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമായിട്ടാണ് ഇരിക്കുന്നത്. This is a passage that every elder needs to memorize. എല്ലാ മൂപ്പന്മാരും മനഃപ്പാഠമാക്കേണ്ടതായിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. Now, normally I take 4 or 5 messages to go through this passage. ഈ വേദഭാഗത്തെ ആധാരമാക്കി സാധാരണ ഞാൻ 4-5 സന്ദേശങ്ങളാണ് നൽകാറുള്ളത്. But today I'm only going to touch the important highlights of this message. എന്നാൽ ഇന്ന് ഈ വേദഭാഗത്തിന്റെ പ്രധാനമായിരിക്കുന്ന ചില സത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. Okay, number 1. ഒന്നാമത് പറയുവാൻ ആഗ്രഹിക്കുന്നത് Example. മാതൃകയെ കുറിച്ചാണ്. മാതൃക. If you, brother, will read verse 17 and 18. 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Notice what Paul says. You yourself know. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ്. 3 times he says, you know what I was like. 3 പ്രാവശ്യം പൗലോസ് ആവർത്തിച്ച് പറയുന്നത് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇടയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ്. He holds his example up before these elders. ഈ മൂപ്പന്മാരുടെ മുൻപിൽ പൗലോസിന്റെ വ്യക്തിപരമായിരിക്കുന്ന ദൃഷ്ടാന്തമാണ് പൗലോസ് ഉയർത്തി കാണിക്കുന്നത്. We learn here the power of personal example. വ്യക്തിപരമായിരിക്കുന്ന മാതൃകയുടെ ശക്തിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Remember, you are an example to others. ഓർക്കുക, നാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കേണ്ടതാണ്. People are watching you. ആളുകൾ നമ്മെ ദർശിക്കുന്നുണ്ട്, അവർ നമ്മളെ കാണുന്നുണ്ട്. Your children, your spouse, your neighbors, they're watching you. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളെ, നമ്മുടെ അയൽക്കാർ, അവരെല്ലാവരും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. Realize your influence as your example to other people. മറ്റുള്ളവരുടെ മേലുള്ള നമ്മുടെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ദൃഷ്ടാന്തമാണ് എന്ന കാര്യം എപ്പോഴും ഓർക്കുക. And that's why Paul says, be imitators of me as I am of Christ. 1 Corinthians 11:1. ഇക്കാരണത്തിലാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക എന്ന് പൗലോസ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. So, the power of personal godly example. വ്യക്തിപരമായിരിക്കുന്ന ദൈവിക ജീവിതത്തിന്റെ മാതൃക, അതിന്റെ ശക്തി നാം മനസ്സിലാക്കേണ്ടതാണ്. That's why Peter says to the elders, be examples to the flock. ഇക്കാരണത്താലാണ് പത്രോസും മൂപ്പന്മാരോട് പറയുന്നത് നിങ്ങൾ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണമെന്ന്. Now, he gives 3 examples of his life. പൗലോസിന്റെ ജീവിതത്തിന്റെ 3 ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. He served the Lord as a slave with humility and tears and persecution. വിനയത്തോടും താഴ്മയോടും കണ്ണുനീരോടും കൂടെ കർത്താവിന്റെ ഒരു വേലക്കാരനായിട്ട് താൻ വേല ചെയ്തു എന്നതാണ് താൻ പറയുന്ന ഒരു ദൃഷ്ടാന്തം. That's verse 19. 19-ാമത്തെ വാക്യത്തിലെ കാര്യം എടുത്തു പറയുന്നുണ്ട്. Now, here's what Paul is doing. പൗലോസ് ചെയ്യുന്നത് എന്താണ്? He is preparing them for his departure. തന്റെ അധികം താമസിയാതെ താൻ ഈ ലോകം വിട്ടുപോകുന്ന ആ വേർപാടിനു വേണ്ടി ഈ മൂപ്പന്മാരെ താൻ ഒരുക്കുകയാണ് ചെയ്യുന്നത്. So he wants them to remember how he served the Lord. അപ്പോൾ താൻ പോയി കഴിഞ്ഞാലും താൻ എങ്ങനെയാണ് കർത്താവിനെ സേവിച്ചത് എന്ന് മൂപ്പന്മാരെ ഓർക്കണം. With all humility. Notice, all humility. വളരെ താഴ്മയോടുകൂടെയാണ് താൻ കർത്താവിനെ സേവിച്ചത് എന്ന കാര്യം മറക്കരുത്.
and tears because there's an emotional price to pay when you deal with people. എന്ന് മാത്രമല്ല, കണ്ണുനീരോടുകൂടെയാണ് താൻ സേവിച്ചത്. കാരണം മനുഷ്യരെ സേവിക്കുമ്പോൾ വിനയത്തിന്റെയും താഴ്മയുടെയും കണ്ണുനീരിന്റെയും അനുഗ്രഹങ്ങൾ ഒഴിച്ചു വെക്കുവാൻ കഴിയുന്നതല്ല. So he is preparing them for what is ahead. അതുകൊണ്ട് അവർക്ക് മുൻപിലുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി അവരെ പൗലോസ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. Now next, his thorough teaching, verses 20 and 21. 20-21 വാക്യങ്ങളിലെ പൗലോസിന്റെ ഉപദേശത്തെക്കുറിച്ച്, പഠിപ്പിക്കലുകളെ കുറിച്ചാണ് പറയുന്നത്. Read that, dear brother, verse 20 and 21. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. Notice his teaching was thorough and in depth. പൗലോസിന്റെ ഉപദേശം എന്ന് പറയുന്നത് വളരെ പൂർണ്ണമായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലുള്ളതായിരുന്നു. He did not hold anything back that would be unpopular or people wouldn't like. He gave them the full message of the gospel. ജനങ്ങൾക്ക് പ്രയോജനമുള്ളതായിരിക്കുന്ന ഒരു കാര്യവും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് അവരോട് പറയുകയാണ് പൗലോസ് ചെയ്തത്. And we must do the same. നാം അങ്ങനെ തന്നെ പെരുമാറേണ്ടതാണ്. This is so important, he repeats it in verse 27. 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ്. So, his example and thorough teaching. അപ്പോ പൗലോസിന്റെ മാതൃക, രണ്ടാമത് പൗലോസിന്റെ പൂർണ്ണതയുള്ള ഉപദേശം. Next, total dedication to the ministry. മൂന്നാമത് പൗലോസ് പറയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തന്റെ സമർപ്പണത്തെ കുറിച്ചാണ്. Read verse 24, brother. 24-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നു, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. Notice the Lord laid out a course for him to run. പൗലോസിനെ ഓടുവാനായിട്ട് ഒരു ഓട്ടം ദൈവം അവന്റെ മുൻപിൽ വെച്ചിരുന്നു. And the Lord gave him a ministry to testify to the gospel of the grace of God. ദൈവകൃപയുടെ സുവിശേഷത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് അനേക അവസരങ്ങളും ദൈവം അവന് നൽകി. So he could not see his life as precious or as valuable to him in comparison to complete the mission Jesus gave him. ദൈവം തനിക്ക് നൽകിയതായിരിക്കുന്ന ദൗത്യത്തിന്റെ പൂർത്തീകരണത്തെക്കാൾ തന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തെ വിലയുള്ളതായിട്ട് പൗലോസ് ഒരിക്കലും കണ്ടില്ല. This man was totally dedicated to what Christ assigned him to do. കർത്താവ് തനിക്ക് ചെയ്യുവാൻ നൽകിയതായിരിക്കുന്ന ദൗത്യത്തോട് താൻ പൂർണ്ണമായി വിധേയപ്പെട്ട് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. I do not account my life of any value or precious to myself. എന്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. I wonder if you see life that way. നമ്മുടെ ജീവനെ കുറിച്ച് നാം അങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ അതിശയിക്കുകയാണ്. Total dedication to the ministry God gave him. ദൈവം തനിക്ക് നൽകിയതായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. We need that same attitude. പൗലോസിനുണ്ടായിരുന്ന അതേ മനോഭാവമാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. Then, next, he is free from the blood of all, verse 25 to 27. Free from the blood of all. 26-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് മറ്റേ ആളുകളുടെ രക്തം സംബന്ധിച്ച് തനിക്ക് കുറ്റമില്ല, താൻ തന്റെ ദൗത്യം നന്നായിട്ട് ചെയ്തു എന്നാണ്. Paul views himself as a watchman on the wall. അത് താന് പൗലോസ് തന്നെ ഒരു കാവൽക്കാരനായിട്ടാണ് താന് കാണുന്നത്. This comes from the book of Ezekiel. യെഹെസ്കേൽ പ്രവചനത്തിലെ അങ്ങനെ കാവൽക്കാരനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന വേദഭാഗമുണ്ട്. ആ ഭാഗമാണ് പൗലോസിന്റെ ചിന്തയിൽ മനസ്സിലുള്ളത്. The watchman was there to protect the people from invading forces. ആക്രമിക്കുവാനായിട്ട് വരുന്നതായിരിക്കുന്ന ശത്രു സൈന്യത്തിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാവൽക്കാരന്റെ ദൗത്യം.
So if the watchman warned the people and the people didn't listen, their blood would be on their own heads. കാവൽക്കാരൻ ശത്രു സൈന്യം വരുന്നത് കണ്ടിട്ട് മുന്നറിയിപ്പ് നൽകുമ്പോൾ ആളുകൾ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായത് ചെയ്തില്ലെങ്കിൽ അവിടെ രക്തത്തിന് അവർ തന്നെ ഉത്തരവാദികളായിരിക്കുന്നതാണ്. But if the watchman was asleep or preoccupied with other things and raiders came and he didn't warn the people, their blood would be on him. He would die for that. മറിച്ച് കാവൽക്കാരൻ ഉറങ്ങുകയോ തൻ്റെതായിരിക്കുന്ന സ്വകാര്യ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അക്രമികൾ കടന്നു വരുമ്പോൾ കാണുകയോ അവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യാതെ ജനം നശിച്ചു പോയാൽ ആ നശിച്ചു പോകുന്ന ജനത്തിന്റെ രക്തത്തിന് കാവൽക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതാണ്. So no one could say to Paul, you didn't give me the gospel. You didn't give me the full truth. അപ്പൊ പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തന്നോട് ഒരു മനുഷ്യനും നീ ഞങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചില്ല, നീ ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കി തന്നില്ല എന്ന് പറയുവാനായിട്ട് കഴിയുന്നതല്ല. But look at verse 27. Here's why he can say, I am innocent of the blood of all. Verse 27. മറ്റുള്ളവരുടെ രക്തം സംബന്ധിച്ച് ഞാൻ കുറ്റക്കാരനല്ല എന്ന് പൗലോസിന് ധൈര്യമായി പറയുവാൻ കഴിയുന്നതിന്റെ കാരണം 27ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. This is a very important verse. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണ്. I hope you will give full attention to it. ആ വാക്യത്തിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. He was free from the blood of all because he gave them the full counsel of God. മറ്റേ ആളുകളുടെ രക്തം സംബന്ധിച്ച് തനിക്ക് കുറ്റമില്ലാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ പൗലോസ് അവർക്ക് നൽകി എന്നുള്ളതാണ്. This is the second time he said this. രണ്ടാമത്തെ പ്രാവശ്യമാണ് പൗലോസ് അക്കാര്യം എടുത്തു പറയുന്നത്. We need to have a thorough ministry of the truth of the gospel. We need to teach the full gospel like you have in Romans. ദൈവം തന്നതായിരിക്കുന്ന സന്ദേശം പൂർണ്ണമായി മനുഷ്യർക്ക് കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ്. റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സന്ദേശം അതിന്റെ പൂർണ്ണതയിൽ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. It's very sad, but many Christians do not understand the full storyline of the whole Bible. They don't know the whole Bible, the story from Genesis 1 to Revelation 22. സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനേക വിശ്വാസികളും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് 22 വരെയുള്ളതായിരിക്കുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ചിത്രം അവർക്ക് ഇല്ല, ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്കില്ല എന്നുള്ളതാണ്. To many of our young people, the Bible is a foreign book. നമ്മുടെ യുവാക്കന്മാരിൽ പലർക്കും ബൈബിൾ എന്ന് പറയുന്നത് വൈദേശികമായ പരിചയമില്ലാത്ത ഒരു പുസ്തകമായിട്ടാണ് ഇരിക്കുന്നത്. They do not know how the books of the Bible fit together. ഈ ബൈബിളിലെ 66 പുസ്തകങ്ങൾ ഒന്നിനോടൊന്ന് എങ്ങനെയാണ് യോജിച്ചിരിക്കുന്നത് എന്നൊന്നും അവർക്കറിയില്ല. But Paul could say, I gave you the full counsel of God. എന്നാൽ പൗലോസിന് ധൈര്യമായി പറയുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ പൂർണ്ണ സത്യം വെളിപ്പാടുകൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണതയിൽ അറിയിച്ചു തന്നു എന്നാണ്. Now here's why this was very important. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യമായിരിക്കുന്നത്? Because when the false teachers would come, like in Galatians, they would say, Paul didn't give you the whole gospel. ദുരുപദേഷ്ടക്കാര് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ദുരുപദേഷ്ടക്കാർ വരുമ്പോ അത് ആളുകളെ പറയുവാനായിട്ട് ഇടയാകരുത്, പൗലോസ് ഞങ്ങളെ ഇതൊന്നും പഠിപ്പിച്ചില്ലല്ലോ എന്ന്. They would say, you need to be circumcised. You need to keep the law of Moses. Paul didn't tell you that. ദുരുപദേഷ്ടാക്കന്മാർ വന്ന് നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, ന്യായപ്രമാണം പാലിക്കണം എന്നൊക്കെ പറയുമ്പോ ജനങ്ങൾ പറയും, പൗലോസ് അക്കാര്യം ഒന്നും ഞങ്ങളെ ഓർപ്പിച്ചില്ലല്ലോ, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. No, Paul says, I gave you the whole plan of God. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയുകയില്ല, കാരണം ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തു തന്നു. Brothers, this is the kind of ministry we need, a thorough, in-depth teaching of the gospel. എന്റെ സഹോദരന്മാരെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ശുശ്രൂഷ ഇതുപോലെ തന്നെയാണ്. ആഴത്തിൽ ദൈവത്തിന്റെ സത്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നാം അത് നിവർത്തിക്കേണ്ടത് ആവശ്യമാണ്. This is why when I am discipling men, I always start with the book of Romans. ഞാൻ സഹോദരന്മാരെ ശിഷ്യപ്പെടുത്തുമ്പോൾ എല്ലായ്പ്പോഴും റോമാലേഖനത്തിലാണ് ആരംഭിക്കുന്നത്.
I want them to know the full gospel message and the great words and the vocabulary of our great faith. അങ്ങനെ ചെയ്യുവാൻ കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം അവർ പൂർണ്ണമായി മനസ്സിലാക്കുകയും രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ശബ്ദകോശം വാക്കുകൾ അവർ നന്നായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Now, after giving his example, he now gives them a direct exhortation. പൗലോസ് തന്റെ മാതൃകയെക്കുറിച്ച് ദൃഷ്ടാന്തത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ ശേഷം ഇനിയും പൗലോസ് അവർക്ക് ചില പ്രബോധനങ്ങൾ നേരെ നൽകുകയാണ്. This exhortation is something of great meaning to us right now. ഇന്ന് ജീവിക്കുന്ന നമുക്കും പൗലോസ് നൽകുന്നതായിരിക്കുന്ന പ്രബോധനങ്ങൾ വളരെ അർത്ഥപൂർണമാണ്. Wolves are coming. ചെന്നായ്ക്കള് ആടുകളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. Fierce wolves are coming. ഭയങ്കരന്മാരായിരിക്കുന്ന ചെന്നായ്ക്കളാണ് അവർ. ആടുകളെ അവർ ഒരു വിധത്തിലും അവരെ നശിപ്പിക്കാതെ പോവുകയില്ല. And they want to tear your churches apart. നിങ്ങളുടെ സഭകളെ ഛിന്നഭിന്നമാക്കുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. I pray for your churches regularly that Satan will not get in and tear you to pieces. പ്രിയ സഹോദരൻ, നമ്മുടെ ഇന്ത്യയിലുള്ള സഭകൾക്ക് വേണ്ടി ഈ ചെന്നായ്ക്കള് സാത്താൻ വന്ന സഭകളെ ഛിന്നഭിന്നമാക്കരുത് എന്ന് പതിവായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. There's wolves coming from without, but there's wolves coming from within your churches and your elders. പുറത്തുനിന്ന് വരുന്ന ചെന്നായ്ക്കളുണ്ട്. അത് മാത്രമല്ല, മൂപ്പന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് ആടുകളെ ഛിന്നഭിന്നമാക്കുന്ന ചെന്നായ്ക്കളുമുണ്ട്. Don't be naive for 1 minute. ഒരു മിനിറ്റ് പോലും നിങ്ങളെ കാര്യങ്ങളെ കുറിച്ച് ഗൗരവമില്ലാതെ അറിവില്ലാതെ ഇരിക്കരുത്. So, Paul says, guard yourself and guard the flock. അവിടെ പൗലോസ് പറയുന്നത് നിങ്ങളെ തന്നെയും ദൈവത്തിന്റെ കുഞ്ഞാടുകളെ സഭയെയും സംബന്ധിച്ച് നിങ്ങളെ ബുദ്ധി ഓർമ്മയുള്ളവരായി ശ്രദ്ധയുള്ളവരായിരിപ്പിനെന്നാണ്. Notice what he says, guard yourselves spiritually. പൗലോസ് പറയുന്നത് എന്താണ്? ആത്മീയമായി നിങ്ങളെ തന്നെയും ആടുകളെയും സൂക്ഷിക്കുക എന്നാണ്. If you can't guard your spiritual life, you can't guard the church. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെങ്കിൽ സഭയെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? Now here's why you should do this. നിങ്ങൾ ഇത് ചെയ്യേണ്ടതിന്റെ കാരണം ഇതാണ്. The Holy Spirit made you overseers. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ മൂപ്പന്മാരാക്കി വെച്ചു. അതുകൊണ്ട് നിങ്ങൾ ചെയ്തേ മതിയാവും. That's a serious statement. അതൊരു വളരെ ഗൗരവമുള്ള പ്രസ്താവനയാണ്. God, the Holy Spirit, placed you in this position. പരിശുദ്ധാത്മാവ്, ദൈവമായ പരിശുദ്ധാത്മാവ് നിങ്ങളെ മൂപ്പന്മാർ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനത്തെ ആക്കി വെച്ചിരിക്കുകയാണ്. He, the Holy Spirit, made you overseers for the purpose of shepherding the church of God. നിങ്ങളെ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ സഭയെ പരിപാലിക്കുവാനാണ്, അധ്യക്ഷത വഹിക്കുവാനാണ്. This church he paid for and bought with the precious blood of his only son. ഈ സഭയെ തന്റേതാക്കുവാൻ തക്കവണ്ണം കർത്താവ് കൊടുത്ത വില എന്താണെന്ന് അറിയാമോ? തന്റെ വിലയേറിയ രക്തം ഊറ്റിക്കൊടുത്താണ് സഭയെ സ്വന്തമാക്കിയത്. Do you see how important your job is? അതുകൊണ്ട് നിങ്ങളുടെ ഈ ദൗത്യം, ജോലി എന്നുള്ളത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? You are to shepherd God's blood-bought children. ദൈവം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സംരക്ഷിക്കുക എന്ന ജോലിയാണ് മൂപ്പന്മാർക്ക് ദൈവം നൽകിയിട്ടുള്ളത്. What could God have paid more for the church? He couldn't pay സഭയ്ക്ക് more. വേണ്ടി ഇതിൽ കൂടുതൽ എന്താണ് കർത്താവിന് കൊടുക്കുവാൻ കഴിയുമായിരുന്നത്? So, he says, be alert. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്താണ്? സൂക്ഷ്മതയുള്ളവരായിരിപ്പീൻ എന്നാണ്. സൂക്ഷ്മതയുള്ളവരായിരിപ്പീൻ. Because these wolves are coming. കാരണം ഈ ചെന്നായ്ക്കൾ ഏത് സമയവും കടന്നു വരുന്നവരാണ്. They may be here right now. I don't know. ഒരുപക്ഷെ അവർ ഇപ്പോൾ തന്നെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കാൻ നമുക്കറിയില്ല. But I've been praying for you. Every time I pray, you will be protected from these wolves outside and inside. താനെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവെ പുറത്തു നിന്നും അകത്തു നിന്നുള്ള ചെന്നായ്ക്കളിൽ നിന്നും സഭയെ സംരക്ഷിക്കണമേ എന്നാണ്. I can't think of a greater privilege than protecting and shepherding God's blood-bought children. രക്തം കൊടുത്ത് കർത്താവ് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ കുഞ്ഞു മക്കളെ പരിപാലിക്കുന്നതിനേക്കാൾ വിലയേറിയ ദൗത്യം വേറൊന്നുണ്ട് എന്ന് എനിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നില്ല.
So Paul holds up his example again in verse 31, saying, be alert, be vigilant. And then he അതുകൊണ്ട് gives his 31-ാമത്തെ example. വാക്യത്തിൽ പൗലോസ് വീണ്ടും തന്റെ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങള് ശ്രദ്ധിക്കുവിൻ, ഉണർന്നിരിപ്പീനെന്ന്. Yes, we cannot be sleepy shepherds. നമ്മൾ ഉറങ്ങുന്ന ഇടയന്മാരായിട്ടിരിക്കുവാൻ സാധിക്കുന്നതല്ല, പാടുള്ളതല്ല. We cannot be lazy shepherds. അതുപോലെ അലസതയുള്ള ഇടയന്മാരായി നമുക്ക് ഇരിക്കുവാൻ അനുവാദമില്ല. We cannot be ignorant shepherds. അജ്ഞതയുള്ള ഇടയന്മാരായിട്ടും ഇരിക്കുവാൻ നമുക്ക് അനുവാദമില്ല. We are shepherding the church of God, which he bought with the blood of his own son. ദൈവം തന്റെ പുത്രന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായിരിക്കുന്ന സഭയെ മേയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയന്മാരായി നിയമിച്ചിരിക്കുകയാണ്. So that is the exhortation that he's giving here. അതുകൊണ്ട് പൗലോസ് അവിടെ മൂപ്പന്മാർക്ക് നൽകുന്നതായിരിക്കുന്ന പ്രബോധനം എന്ന് പറയുന്നത് ഇതാണ്. So that's the exhortation. അപ്പോ പൗലോസ് നൽകുന്നതായിരിക്കുന്ന പ്രബോധനം എന്ന് പറയുന്നത് ഇതാണ്: ദൈവം വില കൊടുത്ത് വാങ്ങി, രക്തം കൊടുത്ത് കർത്താവ് വിലയ്ക്ക് വാങ്ങിയതായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ സൂക്ഷ്മമായി പരിപാലിക്കണം. Guard yourselves. നിങ്ങളെ തന്നെ കാക്കണം. Read your Bible every day. Pray every day. ദിവസം തോറും ദിവസേന ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. Deal with sin. Don't let sin take you over. പാപം നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കണം. Keep in good fellowship with your brothers and sisters. എന്ന് മാത്രമല്ല, സഭയിലെ സഹോദരന്മാരോട് നല്ല കൂട്ടായ്മ ബന്ധത്തിൽ എപ്പോഴും ഇരിക്കേണ്ടതാണ്. Guard yourselves. അങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. And guard all the flock. അവണ്ണം തന്നെ ദൈവത്തിന്റെ ആട്ടിൻപറ്റത്തെയും നാം സൂക്ഷിക്കണം. Now Paul is done with the exhortation and he's going to commend them to God. പൗലോസ് അവർക്ക് കൊടുക്കുവാനുള്ള പ്രബോധനം കൊടുത്തതിനു ശേഷം പൗലോസ് അവരെ ദൈവകൃപയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. Read verse 32, dear brother. 32-ാമത്തെ വാക്യം: നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. Now Ephesus was a dark pagan city. എഫെസോസ് എന്ന് പറയുന്നത് അന്ധകാരം നിറഞ്ഞ ഒരു പഴയ പട്ടണമായിരുന്നു. It was not easy being a follower of Jesus Christ in Ephesus. എഫെസോസ് എന്ന് പറയുന്ന ഈ ഇരുട്ട് നിറഞ്ഞ പട്ടണത്തിൽ ദൈവത്തിന്റെ ഒരു വിശ്വാസിയായി ഇടയനായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. Now, when Paul was there, he held back the evil forces. എന്നാൽ പൗലോസ് അവിടെ ആയിരുന്നപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദുഷ്ടാത്മ ശക്തികളെ പൗലോസ് തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. But now he's leaving. They will not see his face again. എന്നാൽ പൗലോസ് ഇപ്പോൾ അവരെ വിട്ടു പോവുകയാണ്. ഇനിയും പൗലോസിന്റെ മുഖം അവർ കാണുന്നതല്ല. How are they going to be safe with Paul leaving? അപ്പോൾ പൗലോസ് അവിടെ നിന്ന് പോയാൽ പിന്നെ ഇവരെ സുരക്ഷിതരായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? Well, he entrusts them into the Lord's safekeeping. കർത്താവിന്റെ സുരക്ഷിതത്വത്തിലേക്ക്, കരങ്ങളിലേക്ക് അവരെ ഭരമേൽപ്പിക്കുന്നത് വഴിയാണ് അവർ സുരക്ഷിതരായിരിക്കുന്നത്. The God who kept Israel 40 years in the wilderness and fed them will take care of them. ഇസ്രായേലിനെ 40 വർഷം മരുഭൂമിയിൽ സംരക്ഷിച്ചതായിരിക്കുന്ന ദൈവം ഈ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെയും സംരക്ഷിക്കുന്നതാണ്. He wants these elders to know God and trust God for the future. ഭാവിയെ സംബന്ധിച്ച് ഈ മൂപ്പന്മാരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ അറിയണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ ശരണമാക്കണം, ആശ്രയിക്കണം. Do you men know God? സഹോദരന്മാരെ, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? You know the God of the Old Testament? പഴയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? Only He can keep us safe. ആ ദൈവത്തിന് മാത്രമേ നമ്മെ സുരക്ഷിതമായിട്ട് കാക്കുവാനായിട്ട് കഴിയൂ. And the word of His grace will keep them safe. എന്ന് മാത്രമല്ല, ദൈവകൃപയുടെ വചനം നമ്മെ പരിപാലിക്കുന്നതാണ്. This word is the gospel. It can build them up and it can give them an inheritance with all the saints. സകല വിശുദ്ധന്മാരോടും കൂടെ ഈ സുവിശേഷത്തിന് അവർക്കൊരു അവകാശം നൽകുവാനായിട്ട് കഴിയുന്നതാണ്. You cannot be built up without the word of His grace, which is the gospel, which is the Bible. ദൈവകൃപയുടെ സന്ദേശം അഥവാ സുവിശേഷം, ദൈവവചനം,
കൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും ആത്മീകമായി വളരുവാൻ അത് കഴിയുന്നതല്ല. So Paul ends with entrusting them to the God of the Old Testament and to the word of his grace to take care of him when he leaves. അതുകൊണ്ട് പൗലോസ് എഫെസോസ് വിട്ടു പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതായിരിക്കുന്ന ദൈവജനത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പഴയ നിയമം നൽകിയതായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിങ്കിലേക്ക് അവരെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. So it would look like the sermon has come to an end. ഒരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസ് മൂപ്പന്മാർക്ക് നൽകുന്നതായിരിക്കുന്ന സന്ദേശത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. But it doesn't. എന്നാൽ അത് അവസാനത്തിലല്ല. He now starts a new subject when it looks like he's ending. താൻ അവസാനിപ്പിക്കുകയാണ് എന്ന് തോന്നിയാൽ തന്നെയും താൻ വേറെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. In verse 33 and 34, he says, I coveted no one's silver, gold, or apparel. Would you read that, dear brother? Verse 33 to 35. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഞാൻ ആരുടെയും പൊന്നോ വെള്ളിയോ വസ്ത്രമോ ഒന്നും തന്നെ മോഹിച്ചിട്ടില്ല എന്നവരോട് പറയുകയാണ്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. Paul was very sensitive to money matters. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് പൗലോസ് വളരെ അധികം ബോധ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു. So he disavows any greed or using them for money. പൗലോസ് ഒരിക്കൽ പോലും പണസമ്പാദനത്തിനു വേണ്ടി ദ്രവ്യാഗ്രഹത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. All over the world right now we have the prosperity preachers who are getting richer and richer and the poor are getting poorer and poorer. Prosperity preachers. ലോകമെങ്ങും ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം, ഇന്ന് ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ലോകത്തിലെല്ലാം ഉണ്ട്. അവർ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ച് ധനവാന്മാരായി അങ്ങനെ കൂടുതൽ വാരിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. This is a worldwide heresy all over Africa, all over South America. These men taking people's money and promising them false promises. ലോകമെങ്ങും ആഫ്രിക്കയിലും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ആളുകൾക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞ് അവരുടെ പണത്തെ തട്ടിയെടുക്കുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആളുകൾ ചെയ്യുന്നത്. Notice, Paul says, I didn't covet. He didn't say I didn't take money. I didn't even covet your gold, your silver, or your clothes. പൗലോസ് പറയുന്നത് എന്താണ്? താൻ പണം വാങ്ങിയില്ല എന്നല്ല പറയുന്നത്. താൻ പറയുന്നത് താൻ ആരുടെയും പണം മോഹിച്ചില്ല എന്നാണ്. He disavows any greed. ദ്രവ്യാഗ്രഹം അത്യാഗ്രഹം എന്നൊക്കെയുള്ളത് പൗലോസിന്റെ ജീവിതത്തിൽ പേര് പോലും പറഞ്ഞു കേട്ടിട്ടില്ല. There could be no accusation that Paul was after your money and he fleeced the flock. ഒരു മനുഷ്യനു പോലും പൗലോസ് ദ്രവ്യാഗ്രഹത്തിൽ വിശ്വാസികളെ കച്ചവടം നടത്തി എന്ന് പറയുവാനായിട്ട് കഴിയുന്നതല്ല. Now, it even gets more amazing. അത് പറഞ്ഞിട്ട് പൗലോസ് കൂടുതൽ ശക്തമായ സത്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. Anyone can say, I didn't covet your gold, but he earned his own money. ഞാൻ ആരുടെയും സ്വർണവും വെള്ളിയും മോഹിച്ചില്ല എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. എന്നാൽ പൗലോസ് പറയുന്നത് എന്താണ്? മോഹിച്ചില്ല എന്ന് മാത്രമല്ല, തന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി അധ്വാനിച്ചാണ് ജീവിച്ചതെന്നാണ് പറയുന്നത്. And he even supported his fellow workers to send them out with the gospel. He supported them. തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ ജോലി ചെയ്ത് മാത്രമല്ല, സുവിശേഷം സംബന്ധിച്ച് താൻ അയച്ചതായിരിക്കുന്ന തന്റെ ടീമിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും പൗലോസ് അധ്വാനിച്ചവരെ സഹായിക്കുകയാണ് ചെയ്തത്. And he gives the ethics of hard work. He says, you saw how I worked hard. കഠിനാധ്വാനത്തിന്റെ ധാർമ്മികത പൗലോസ് ഇവിടെ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ എങ്ങനെയാണ് പ്രയത്നം ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. Then he says, we must remember the weak. എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ബലഹീനരെ നാം ഓർക്കണം. The weak are those who are physically weak, or they're weak because of like a widow or an orphan, which in those days would be
in very bad condition. ബലഹീനരെന്ന് പറയുമ്പോൾ ഭൗതികമായി ബാഹ്യമായ കാര്യങ്ങൾ ബലഹീനരാണ്. അനാഥര വിധവമാര് മുതലായി വളരെയധികം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ശാരീരിക ശേഷി ഇല്ലാത്തവരുമായിരിക്കുന്ന ആളുകൾ, അവരെ ഓർത്താണ് ബലഹീനരെന്ന് പൗലോസ് പറഞ്ഞത്. Yes, we are to, as shepherds, to take care of those who cannot take care of themselves. സഭയുടെ മൂപ്പന്മാര് ഇടയന്മാരായിരിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. And then he says, let's remember the words of the Lord Jesus. It's more blessed to give than to receive. അത് പറഞ്ഞ ശേഷം പൗലോസ് കർത്താവിന്റെ വാക്കുകളെ ഉദ്ധരിക്കുകയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. So Paul was generous and big-hearted. Let's remember that giving is better than receiving. പൗലോസ് ഒരു വിശാല ഹൃദയനായ മനുഷ്യനായിരുന്നു. വളരെ ധാരാളമായി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പൗലോസിന്റെ മാതൃക നാം അനുകരിക്കണം. കർത്താവ് പറഞ്ഞത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ്. Let us be generous with those in need, because the Lord Jesus said it's blessed to give than to receive. പ്രിയമുള്ളവരെ, ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ, ബുദ്ധിമുട്ടുള്ളവരോട് നാം വിശാല ഹൃദയമുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ്. It's an old saying, money and religion don't mix. ഇങ്ങനെ ഒരു പഴയ ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്. അതായത് ഭക്തിയും പണവും ഒത്തുപോകുന്നതല്ല. 1/3 of all churches worldwide will face embezzlement. ലോകത്തുള്ള സഭകളെ നോക്കിയാൽ അതിൽ 1/3 ഭാഗമെങ്കിലും പണകാര്യത്തിൽ കൈയിട്ട് വാരുന്ന അവിശ്വസ്തത കാണിക്കുന്ന സഭകളാണ്. Stealing money from the church, misappropriating money from the church is a worldwide problem. Paul deals with it here. സഭയുടെ പണം മോഷ്ടിക്കുകയും ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് സാർവലൗകികമായി എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതേക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. So he concludes with the issues of the poor and with finances and with generosity to those in need. അപ്പോൾ പൗലോസിന്റെ പ്രബോധനം തന്നെ അവസാനിപ്പിക്കുന്നത് ഔദാര്യത്തെക്കുറിച്ചും സാധുക്കളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. തന്റെ വ്യക്തിപരമായിരിക്കുന്ന ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൻ ആ പ്രബോധനം അവസാനിപ്പിക്കുന്നത്. Now let's conclude with verses 36 and 37. 36, 37 വാക്യങ്ങള് നമുക്ക് വായിച്ചിട്ട് പൗലോസിന്റെ ഈ പ്രബോധന ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോടുകൂടെ വന്നവനെ യാത്ര അയച്ചു. Paul was a man who inspired other people to serve God. കർത്താവിനെ സേവിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച, ആവേശം കൊള്ളിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. His example inspired people to live like he lived because he lived like Christ. പൗലോസിന്റെ മാതൃക, പൗലോസ് ജീവിച്ചതുപോലെ മറ്റുള്ളവരും ജീവിക്കുവാൻ തക്കവണ്ണം അവർക്ക് ആവേശം കൊടുക്കുന്ന ഒരു മാതൃകയായിരുന്നു. കാരണം പൗലോസ് കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ശ്രമിച്ചവനാണ്. What an example we have here of love between the brothers, and the example of Paul inspiring such love and affection. They cried, they wept, they fell down upon him. സഹോദരന്മാർക്ക് ഇടയിലുള്ള സ്നേഹത്തിന്റെ എന്തൊരു ഉദാത്ത മാതൃകയാണ് ഇവിടെ ഉള്ളത്. പൗലോസ് അത് നിസ്വാർത്ഥമായിട്ട് ആളുകളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. So much can be said about this passage. ഈ ഭാഗത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. Please learn this passage, memorize it. It's your guide to your ministry. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള നിർദ്ദേശമാണ് ഈ ഭാഗം. അതുകൊണ്ട് ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Let me remind you, number 1, his example. പൗലോസ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നാമത് പൗലോസിന്റെ മാതൃക. You are an example to many people who are watching you. നിങ്ങളെ ശ്രദ്ധിക്കുന്ന അനേക ആളുകൾക്ക് നിങ്ങൾ ഒരു മാതൃകയായിരിക്കേണ്ടതാണ്. Second,
രണ്ടാമത് Paul's teaching was thorough and in-depth. പൗലോസിന്റെ പഠിപ്പിക്കലുകളെ പറ്റി ഉപദേശിക്കലെ പറ്റി പറയുമ്പോ അത് പൂർണ്ണതയുള്ളതായിരുന്നു. അത് ആഴത്തിൽ പഠിപ്പിക്കുന്നതായിരുന്നു. He taught the whole counsel of God. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അവരെ പഠിപ്പിക്കുന്നവനായിരുന്നു പൗലോസ്. He did not hold back one truth that Christ gave him. കർത്താവ് നൽകിയ സത്യങ്ങളിൽ ഒന്നുപോലും താൻ മറച്ചു വെച്ചില്ല. Third, മൂന്നാമത് total dedication to the ministry that Christ gave him. കർത്താവ് തനിക്ക് നൽകിയതായിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിരുന്ന സമർപ്പണം. And remember, wolves are coming. പൗലോസ് എടുത്തു പറഞ്ഞ ഒരു കാര്യം, ചെന്നായ്ക്കൾ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. And some will come right from within your own churches and in your own elders. Some wolves are going to come. നിങ്ങളുടെ സഭയിൽ നിന്നും നിങ്ങളുടെ മൂപ്പന്മാരുടെ ഇടയിൽ നിന്നും തന്നെ ചില ചെന്നായ്ക്കൾ എഴുന്നേറ്റ് വരുന്നതാണ് എന്ന കാര്യം പൗലോസ് അവരെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. That's the book of 1 Timothy. 1 തിമോഥെയോസിന്റെ വിഷയം അത് തന്നെയാണ്. The church in Ephesus was in the death grip of false teachers. ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളുടെ പിടിയിൽ എഫെസോസിലെ സഭ ഒരുവിധം അമർന്നു പോയിരുന്നു. So what Paul prophesied, and it is a prophecy, came true. അതുകൊണ്ട് ഇവിടെ പൗലോസ് ഒരു പ്രവചനം പോലെ പറഞ്ഞതായിരിക്കുന്ന കാര്യം തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ യാഥാർത്ഥ്യമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Remember the poor, remember to be generous, as our Lord Jesus said, it's more blessed to give than to receive. Care for those who need your help. ബലഹീനരെയും സാധുക്കളെയും ഓർക്കുക, അവരുടെ ആവശ്യങ്ങളിൽ അവരെ ഔദാര്യമായി സഹായിക്കുക. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കോർത്തുകൊണ്ടത് ചെയ്യുക. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. Shepherd the church of God. ദൈവം നിങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ വിശ്വസ്തമായി പരിപാലിക്കുക.